ഹലോ ഗായ്സ്, ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് അളവിൻ്റെ പട്ടുപാവാട വെച്ച് പുതിയൊരു പട്ടുപാവാട തയ്ക്കാൻ എങ്ങനെയാണ് എന്തൊക്കെ അളവെടുക്കണം എന്നാണ് ഞാൻ ഈ വീഡിയോയിൽ എന്തൊക്കെ അളവെടുക്കണം എടുത്തിട്ട് എങ്ങനെ തയ്ക്കണം എന്നാണ് ഞാൻ ഈ വീഡിയോയിൽ അളവെടുക്കുന്നത് മാത്രമല്ല തയ്ക്കുന്നതായിട്ടുള്ള ഫുൾ വീഡിയോ ഉണ്ട്. ഇനിയൊരു സത്യം പറയാൻ ഞാനും ആദ്യമായിട്ടാണ് ഞാൻ ഇത്രയും ഡ്രസ്സൊക്കെ തയ്ച്ചിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ടാണ് ഒരു പാവാട ബ്ലൗസും ഞാൻ ഒരുപാട് തയ്ച്ചിട്ടുണ്ട്. അതിൻ്റെ പാവാട തയ്ക്കുന്നത് ഞാനത് ആദ്യമായിട്ടാണ്. അപ്പോൾ എനിക്കും എക്സൈറ്റ്മെൻ്റ് ഉണ്ട് ഞാൻ ചെയ്തു വരുമ്പോൾ എന്താവുമോ എന്നുള്ളൊരു ക്യൂരിയോസിറ്റി എനിക്കുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് പാവാട തയ്ക്കുക. പ്ലീറ്റിട്ട് കുർത്തയൊക്കെ തയ്ച്ചിട്ടുണ്ടെങ്കിലും ഞാൻ പാവാട തയ്ക്കുന്നത് ഇന്ന് ആദ്യമായിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഇപ്പോൾ നിങ്ങൾ ആ വീഡിയോയിൽ കണ്ടതുപോലെ ആദ്യം ഞാൻ അതിൻ്റെ ലെങ്ത്താണ് മേളിൽ തൊട്ട് താഴെ വരെ എത്ര ലെങ്ത് ഉണ്ടെന്നാണ് ആദ്യം ഞാൻ എഴുതി നോട്ട് ചെയ്ത് വെച്ചത്. ആ വീഡിയോ നോക്കി അറിയാം എവിടെ തൊട്ട് എവിടെ വരെയാണെന്ന്. അപ്പോൾ നമ്മൾ ഫുൾ ലെങ്ത്ത് കൊടുത്തതിന് ശേഷം ഇതിൽ കാണുന്നത് പോലെ അത് നോട്ട് ചെയ്ത് വെക്കണം ലെങ്ത്ത്. അടുത്ത് ഞാൻ ഇതേപോലെ ഒന്ന് അളന്ന് നമ്മുടെ ഹിപ്പ് ഞാൻ ടേപ്പ് പിടിക്കുന്നതുണ്ട് അതേപോലെ ഒന്ന് അളന്ന് ഹിപ്പ് എത്രയാണുള്ളതെന്ന് നോക്കണം. ഇനി നമുക്കതിൻ്റെ ഓപ്പൺ, നമുക്ക് ഈ നാട ഇടുന്ന സൈഡിലൊരു ചെറിയ ഓപ്പൺ കാണുമല്ലോ, ആ ഓപ്പൺ എത്രയാണെന്നും പട്ട യൂസ് ചെയ്ത് എത്രയുണ്ടെന്നും പട്ട മാറ്റിയിട്ട് എത്രയാണുള്ളതെന്നും നമ്മൾ നോക്കി നോട്ട് ചെയ്ത് വെക്കണം. അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് പ്ലീറ്റിൻ്റെ വീതി എത്രയാണെന്ന്. എനിക്കിവിടെ ഒരു പ്ലീറ്റിന് 1.5 കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് പ്ലീറ്റ് മാത്രം പോരാ, ഇൻടേക്ക് എത്രയാണെന്ന്, അതിൻ്റെ അകത്തോട്ട് എത്ര എടുക്കുന്നു, എത്ര തുണി അകത്തോട്ട് പോകുന്നു എന്നും കൂടെ ഇതേപോലെ ഒന്ന് ഉള്ളിലോട്ട് കയറ്റി വെച്ച് നോക്കണം. അതും 1.5 തന്നെയാണ്. അപ്പോൾ 1.5 പുറത്തും 1.5 ഇൻടേക്കുമായിട്ടാണ് എനിക്കിവിടെ കിട്ടിയിരിക്കുന്നത്. ഇനി ഞാൻ നോക്കുന്നത് മൊത്തത്തിൽ ഈ എത്ര മീറ്റർ തുണിയാണ് ഈ ഒരു പാവാടയ്ക്ക് വേണ്ടി എടുത്തിട്ടുള്ളതെന്നാണ്. അതിന് നമ്മൾ പാവാടയുടെ താഴ്വശത്ത് ഇതേപോലെ ടേപ്പ് വെച്ച് അളന്ന് നോക്കണം. എനിക്ക് ഓൾമോസ്റ്റ് ഇപ്പോൾ നമ്മൾ ടേപ്പ് തീർന്നിട്ടും തുണി ഉണ്ടെങ്കിൽ ഇതുപോലെ എടുത്തതിന് ശേഷം അവിടെ ഒന്ന് നമ്മൾ കൈ വെച്ചതിന് ശേഷം വീണ്ടും എത്ര അളവെന്ന് നോക്കിയതിന് ശേഷം വീണ്ടും നമ്മൾ ഒന്നേന്ന് അവിടെ നിന്ന് വീണ്ടും ടേപ്പ് ഒന്നേന്ന് എടുത്ത് വീണ്ടും അളന്ന് എത്രയാണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ എനിക്ക് ഓൾമോസ്റ്റ് ഒരു 2 മീറ്റർ അടുപ്പിച്ച്, 2 മീറ്റർ തികച്ചില്ല, 1.25 കൂടുതലുണ്ടായിരുന്നു, അടുപ്പിച്ച് 2 മീറ്ററോളം ഉണ്ട്. അപ്പോൾ ഇത്ര അളവുകളാണ് നമ്മൾ നോട്ട് ചെയ്ത് വെക്കാനുള്ളത്. അടുത്ത് ഇതാണ് ഞാൻ പട്ടുപാവാട തയ്ക്കാൻ വേണ്ടി എടുക്കുന്ന തുണി. ഇതുണ്ടല്ലോ എൻ്റെ മോൾക്ക് വേണ്ടി മാത്രമല്ല 2 എണ്ണം, അതും ഒരളവും ഇല്ലാതെ ഒരു പട്ടുപാവാടയും പിന്നെ എൻ്റെ മോളുടെ അളവിലൊരു പട്ടുപാവാടയും. അതാണ് ഇതിലെ ഏറ്റവും വലിയ ട്വിസ്റ്റ്. എൻ്റെ മോൾക്ക് 4 വയസ്സ്. ഇത് എൻ്റെ മോളുടെ എൻ്റെ ഫ്രണ്ടിൻ്റെ മോൾക്ക് ആൾക്ക് വന്നിട്ട് ഒരു 5-5.5 വയസ്സ്. അപ്പോൾ ഒരു അളവും ഇല്ലാതെയാണ് ഞാൻ ഇത് തയ്ക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഒരു അളവും ഇല്ല എൻ്റെ കയ്യിൽ, എനിക്ക് പട്ടുപാവാട തയ്ക്കണം ആദ്യമായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇതിൻ്റെ 2 എൻഡിലും നമുക്ക് ഈ ഒരു പട്ട കാണുമല്ലോ, മീൻസ് ഈ 2 എൻഡിൻ്റെയും ഈ ഒരു ബോർഡർ എടുത്ത് ഞാൻ ഒന്നിച്ച് ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ കുറച്ച് തുണിയും കൂടെ വെച്ച് ഒരു ബോർഡർ വെട്ടിയെടുത്തതിന് ശേഷം മറ്റേ ബോർഡറിലോട്ട് വെച്ച് ജോയിൻ ചെയ്ത് കൊടുക്കണം. ഇതേപോലെ നമ്മൾ ഒരുപാട് വീഡിയോസിലൊക്കെ കണ്ടിട്ടില്ലേ, ഇതേപോലെ ചെറിയൊരു ഉള്ളിലോട്ടൊരു മടക്ക് കൊടുത്ത് നല്ല വശത്തൂടെ തന്നെ നല്ല വശം വെച്ച് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് നല്ല ബ്രോഡായിട്ടുള്ള ബോർഡർ നമുക്ക് കിട്ടും. അപ്പോൾ അതൊന്ന് അങ്ങറ്റം തൊട്ട് ഇങ്ങറ്റം വരെ എടുക്കുമ്പോഴേക്കും കണ്ട നല്ല ഭംഗിയായിട്ട് നമ്മുടെ പട്ട് പാവാടയുടെ എൻഡ് വളരെ നല്ല ഭംഗിയായിട്ട് കിട്ടും. അപ്പോൾ അങ്ങറ്റത്ത് നിന്ന് ഇങ്ങറ്റം എത്തുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഇൻ കേസ് എന്തെങ്കിലും ഒരു മിസ്മാച്ച് വരുവാണെങ്കിൽ നമ്മൾ ബാക്കി വരുന്ന ആ ഒരു പീസും കൂടെ അങ്ങ് കട്ട് ചെയ്ത് കളയണം. എന്നിട്ട് അതിൻ്റെ എൻഡിൽ നമുക്കിതേ അധികമായി വരുന്ന തുണി അധികമായി വെട്ടാനാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിനെ ഒന്ന് ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തും കൂടെ എടുക്കണം. ഇപ്പോൾ അല്ലെങ്കിൽ ലാസ്റ്റ് എടുത്താലും മതി. അപ്പോഴത്തേക്കും നമുക്കിതേ ഫൈനലായിട്ട് ഇങ്ങനെ കിട്ടും, നമ്മളുടെ ബോർഡർ വന്നിട്ട് നല്ല രീതിയിൽ കിട്ടും. ഇനി ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു തുണി 2 പട്ടുപാവാടയ്ക്ക് ഇത് ഫുള്ളി ഒരു 4 മീറ്ററോളം ഉണ്ട്. ഇതിൻ്റെ ബോർഡർ ഞാൻ ബ്ലൗസിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്, 2 ബ്ലൗസിന് വേണ്ടിയിട്ട്. അപ്പോൾ പോയിട്ട് നമ്മൾ ഇതിനെ 2ആയിട്ട് ഒന്ന് കട്ട് ചെയ്യണം. എനിക്ക് കൊച്ചാണ് അത് 2ആക്കാൻ വേണ്ടിയിട്ട് പിടിച്ച് തന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ 2 ഈക്വൽ പാർട്ടായിട്ട് എടുത്തതിന് ശേഷം 2നും നമ്മൾ എത്ര ലെങ്ത് ആണോ എടുത്ത് വെച്ചാൽ 2നല്ല, ഞാൻ 1ൻ്റെ അല്ലേ പറഞ്ഞോളൂ, ഞാൻ 2ഉം ചെയ്യുന്നത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ നമുക്ക് എൻ്റെ കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ലെങ്ത്ത് ഞാനിവിടെ അടയാളപ്പെടുത്തുന്നുണ്ട്. നമുക്ക് നല്ല ലെങ്ത്ത് വേണമെങ്കിൽ നമ്മൾ എടുത്ത അളവ് ഫുള്ളായിട്ട് എടുത്ത് കുറച്ച് തയ്യൽ തുമ്പും കൂടെ ചേർത്തൊന്ന് കട്ട് ചെയ്യണം. ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മളിതിനി പട്ട വയ്ക്കുമല്ലോ നൂല് കെട്ടാൻ വേണ്ടിയിട്ട്, അതുകൊണ്ട് അതനുസരിച്ച് വേണം നമ്മൾ ലെങ്ത്ത് കൊടുക്കുക. ഇനി ഞാൻ അടുത്ത് ഇതിൻ്റെ പട്ട വെട്ടിയെടുക്കുന്നു. ഞാൻ 2 പാവാട ചെയ്യുന്നതുകൊണ്ട് തന്നെ 2 പട്ടയാണ്
വെട്ടിയെടുക്കുന്നത്. എനിക്കവിടെ പട്ടയുടെ വീതി കിട്ടിയത് 2.5 അതായത് ഒരു സൈഡ് അത് മടങ്ങി അപ്പുറത്തെ സൈഡ് വരെ 2ആയിട്ട് ഫോൾഡ് ചെയ്യില്ല, 5 2.5 5 പോയിട്ട് നമ്മൾ തയ്യൽ തുമ്പും കൂടെ ചേർത്ത് ഞാനൊരു 6 വീതിയിൽ നമ്മുടെ ഹിപ്പിൻ്റെ ചുറ്റളവ് എത്രയാണോ അതിൽ നിന്ന് കുറച്ചുകൂടെ കൂടിയ രീതിയിലാണ് നമുക്ക് പാവാടയിൽ കിട്ടുന്നത്. നമ്മൾ ഓൾറെഡി അളവ് തുണിയിൽ അളന്ന് വെച്ചിട്ടുള്ള ആ ഒരു വീതിയും എടുത്ത് ഈ ഒരു 6 ഇഞ്ച് നീളത്തിലാണ് ഞാൻ ആ ഒരു തുണി വെട്ടിയെടുത്തതിന് ശേഷം അതിൻ്റെ 4 സൈഡും ഞാനിങ്ങനെ ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് 2ആയിട്ട് മടക്കി അയൺ ചെയ്ത് കൊടുക്കാം. എടുത്ത് വെച്ചത് ഉരുവിപ്പോയി ഗൈസ്. പിന്നെ നമുക്ക് കുഴപ്പമില്ല, അത് നമുക്ക് എൻ്റെ കൊച്ചിന് വേണ്ടിയിട്ട് എടുക്കാം. എന്തായാലും നമ്മൾ കൊടുക്കുന്ന തുണി ഭംഗിയായിട്ട് വേണ്ടി കൊടുക്കാൻ. അത് കഴിഞ്ഞ് ഇതിന് പ്ലേറ്റ്. ഇനിയാണ് നമ്മളുടെ മെയിനായിട്ടുള്ള പരിപാടി. കണ്ണാടിയിലേക്ക് സ്വാഗതം. കണ്ണാടിയോ? അയ്യോ, 2012 13 കാലഘട്ടത്തിലോട്ട് നിമിഷ നേരം കൊണ്ടാണ് ഞാൻ പോയത്. നിങ്ങൾ ഈ പരിപാടി കാണാറുണ്ടായിരുന്നു ഗൈസ്. എന്തായാലും അതൊക്കെ വിട്, നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം. അപ്പം ഞാൻ 1.5 നമ്മുടെ പ്ലീറ്റും ഇൻടേക്ക് പ്ലീറ്റ് 1.5 എടുത്ത് വെച്ചു. അപ്പോൾ ഞാൻ ആ 1.5 എന്നുള്ള രീതിയിൽ അങ്ങറ്റം തൊട്ട് ഇങ്ങറ്റം വരെ അയലത്തെ വീട്ടിലേക്ക് പട്ടിക്ക് എന്തോ പറ്റിയിട്ടുണ്ട്. ഇടയ്ക്ക് പട്ടിയുടെ കുരയൊക്കെ കേൾക്കാം. 1.5 വീതം നമ്മൾ ഡോട്ടിട്ട് ഫുള്ളായിട്ട് കൊടുത്തതിന് ശേഷം ആദ്യത്തെ 1ാമത്തെ ഡോട്ടിനെ പിടിച്ച് 3ാമത്തെ ഡോട്ടിലോട്ട് വയ്ക്കണം. 1ാമത്തെ ഡോട്ടിനെ പിടിച്ച് 3ാമത്തെ ഡോട്ട്, നടുക്കുള്ള 2ാമത്തെ ഡോട്ടാണ് ഉള്ളിലോട്ട് പോകാനുള്ളത്. നമ്മൾ 1.5. അപ്പോൾ 1ാമത്തെ ഡോട്ടിനെ പിടിച്ച് 3ാമത്തെ ഡോട്ടിലോട്ട് വയ്ക്കണം. അതായത് ഇതിൽ കാണുന്നത് പോലെ പിടിച്ച് വയ്ക്കണം. അങ്ങനെ വയ്ക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് നമ്മൾ അളന്നെടുത്ത അതേ തുണി നമ്മളുടെ ഹിപ്പിനും ജോയിൻ്റ് ആക്കുമ്പം കറക്റ്റായിട്ട് തന്നെ നമുക്ക് പെർഫെക്റ്റായിട്ട് കിട്ടും ഗൈസ്. പിന്നെ ഇതൊരു മടൽ പോലത്തെ തുണിയായതുകൊണ്ട് തന്നെ എനിക്കതിൻ്റെ എൻഡിലോട്ട് നമ്മൾ വീഡിയോയിലൊക്കെ കാണുന്ന പോലെ പ്ലീറ്റിൻ്റെ ആദ്യം തൊട്ട് അവസാനം വരെയും ഒരേപോലെ ഇങ്ങനെ തേച്ച് വടി പോലെ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എത്ര പിടിച്ചിട്ടും അത് ഇരിക്കുന്നില്ല. അത് അങ്ങനത്തെ വടി പോലത്തെ തുണിയായിപ്പോയി. അപ്പോൾ ഞാൻ ഇവിടെ ഞാൻ തയ്ക്കുന്ന 2 പട്ടുപാവാട ഇതേപോലെ പ്ലീറ്റിട്ട് പിന്നു കൊടുത്ത് എടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്കും തന്നെ നമുക്ക് പട്ടുപാവാടയുടെ ഫൈനൽ ലുക്ക് മനസ്സിലാവും ഗൈസ്. ഇനി നമുക്കിതിൻ്റെ ഹിപ്പ് ജോയിനിങ് ആണ്. അതിന് മുന്നേ ഞാൻ ഇതിൻ്റെ 2 സൈഡും ഉണ്ടല്ലോ, ഹിപ്പിൻ്റെ അവിടെ വെച്ച് താഴെ വരെ 2 സൈഡും ഒന്ന് ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഇതിൻ്റെ ഹിപ്പിൻ്റെ അളവെടുക്കണം എന്തിനാണെന്നറിയാമോ? ഞാൻ ആദ്യം വിചാരിച്ചതിന് ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല എന്നാണ്. പക്ഷേ ഈ ഒരു സാരി ഒരു ഭയങ്കര അതിൻ്റെ ആ എൻഡ് ഉണ്ടല്ലോ, ബോർഡറിൻ്റെ നൂലൊക്കെ ഇങ്ങനെ വലിഞ്ഞ് ബേബി കുട്ടികൾ ഇടുമ്പോഴത്തേക്ക് അവരുടെ കാലിലൊക്കെ അതിൻ്റെ ആ ഒരു ഇത് ഭയങ്കര ഇറിറ്റേഷൻ ആവാൻ ചാൻസ് ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ എൻ്റെ കയ്യിൽ അപ്പോഴത്തേക്ക് ലൈനിങ് എടുക്കാനുള്ള സമയമോ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ അമ്മ തന്ന പഴയൊരു സാരി എടുത്ത് ലൈനിങ് ആക്കി എടുക്കുന്നുണ്ട്. ഒരു തുണിയെടുത്ത് 2ആയിട്ട് മടക്കി ഹിപ്പിൻ്റെ അളവ് അതിലോട്ട് ഹിപ്പ് മൊത്തത്തിലെടുത്തിട്ട് അതിൻ്റെ പകുതി അതിലോട്ട് അടയാളപ്പെടുത്തിയതിനു ശേഷം ലെങ്ത്ത് ഞാൻ ഇതേപോലെ ഫുള്ളായിട്ടുള്ളത് എടുക്കുന്നില്ല. ആ പട്ട ജോയിൻ ചെയ്ത ഒരു ജോയിൻറ്റിൻ്റെ അവിടെ വന്നിട്ടുള്ള ലെങ്ത്തും എടുത്തതിന് ശേഷം ഇതിനകത്തോട്ട് വെച്ച് ഇതേ ഒരു ഷേപ്പിൽ ഞാൻ വരച്ചു കൊടുക്കുന്നുണ്ട്. ഇങ്ങനെയാണ് ഞാൻ താൽക്കാലികമായിട്ട് 2 ലൈനിങ് അതിനകത്തോട്ട് ഇട്ട് കൊടുത്തത്. എന്തായാലും അതിനുള്ളിൽ നമുക്കൊരു ലൈനിങ് അത്യാവശ്യമായതുകൊണ്ട് ഇങ്ങനെ ചെയ്തത്. ഇനി നമുക്ക് അതും കൂടെ ഹിപ്പിൽ വെച്ച് ജോയിൻ ചെയ്ത് നമ്മളുടെ പ്ലീറ്റ്സും കൂടെ കറക്റ്റായിട്ട് നിരയായിട്ട് വെച്ച് ശ്രദ്ധിച്ച് വേണം നമ്മളിത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇല്ലെങ്കിൽ പ്ലീറ്റ്സ് നമ്മൾ മടക്കി വെച്ചിരിക്കുന്നത് വേറെ ഒന്നിൻ്റെ ഇടയിലൊക്കെ കയറി പോകുന്നതുകൊണ്ട് ശ്രദ്ധിച്ച് അടിയിൽ പുറത്ത് നോക്കി വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ ലൈനിങ്ങും ജോയിൻ ചെയ്ത് ഇതും ജോയിൻ ചെയ്യുമ്പോഴത്തേക്ക് നല്ല ഭംഗിയായിട്ട് കിട്ടും. ഇനി നമുക്കിത് നമ്മുടെ ഹിപ്പിൻ്റെ പട്ടയിലോട്ട് ജോയിൻ ചെയ്ത് വയ്ക്കാം. ഹിപ്പിൻ്റെ പട്ടയുടെ മോശം വശവും ഉൾവശവും നമ്മുടെ പാവാടയുടെ പ്ലീറ്റിട്ട പാവാടയുടെ നല്ല വശവും കൂടെ വെച്ചാണ് നമ്മൾ അങ്ങറ്റത്തു നിന്ന് ഇങ്ങറ്റം വരെ ജോയിൻ ചെയ്ത് കൊടുക്കുക. എന്താ ഇതേപോലെ കിട്ടും. ഇനി നമുക്കിതിനെ ഒന്ന് മടക്കി വെച്ച് ഞാൻ പറയാം, ഞാനിത് എൻ്റെ രീതിയിലാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇതിനേക്കാളും ഈസി വേ ഉണ്ടോ അതോ ഇതിനേക്കാളും പാടാണോ എന്ന് എനിക്കറിയത്തില്ല. ഇത് ഞാൻ എൻ്റെ രീതിയിലാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇതേപോലെ കിട്ടും. ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ എനിക്ക് പരിചയക്കുറവുണ്ട്. അപ്പോൾ ഇതേപോലെ കിട്ടും. ഇനി നമുക്ക് ബാക്കിയുള്ളത് എന്താണ്, ഇതിൻ്റെ സൈഡിൻ്റെ ഷേപ്പ്. അത് ചെയ്യുന്നുമ്പേ നമുക്ക് ലൈനിങ് തുണിയുടെ എൻഡ് ഒന്ന് ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇനി നമ്മൾ ഹിപ്പിൻ്റെ അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ നമ്മുടെ കാല് വഴി കയറ്റാൻ വേണ്ടിയിട്ട്, അതെനിക്കൊരു 2.5 കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ ഒരു 2.5 പട്ടയുടെ താഴെ നിന്നാണ് 2.5. പട്ടയും കൂടെ ചേർക്കുമ്പോൾ നമുക്ക് 2.5 to 2.5 വരും. അപ്പോൾ ആ പട്ടയുടെ താഴെ നിന്ന് 2.5 അളവ് കൊടുത്തതിന് ശേഷം നമുക്ക് ബാക്കി താഴെ വരെ എൻഡ് ചെയ്ത് കൊടുക്കാം. അപ്പോഴത്തേക്ക് എന്നിട്ട് നമ്മൾ ഇതേപോലെ 2 കെട്ടും കൂടെ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് നമ്മളുടെ പട്ടുപാവാടയുടെ ഫൈനൽ ലുക്ക് കണ്ടിട്ട് എനിക്ക് സന്തോഷം കൊണ്ട് എനിക്ക് ഇരിക്കാൻ വേണ്ടി ഞാൻ ആദ്യമായിട്ട് സ്റ്റിച്ച് ചെയ്തത് ഇത്ര അടിപൊളിയായിട്ട് വന്നതിൻ്റെ ഭയങ്കര ഹാപ്പിയാണ് ഞാൻ.
ഇങ്ങനെ മാത്രം കണ്ടാൽ പോരല്ലോ, നമുക്ക് ഇട്ടിട്ട് കാണണ്ടേ. ഇതോ ഇരിക്കുന്നു എൻ്റെ കുട്ടി. ഇപ്പുറത്തിരിക്കുന്നതാണ് മറ്റേ ആൾക്ക് വേണ്ടിയിട്ടുള്ള പട്ടുപാവാട. ബ്ലൗസ് ഞാൻ ഒരുപാട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ പാവാട ആദ്യമായിട്ട് സ്റ്റിച്ച് ചെയ്ത് ഇത്രയും നല്ല ഭംഗിയായിട്ട് വന്നതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഗൈസ്. അത് ഞാൻ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞു ഇച്ചിരി ഒന്ന് കറങ്ങിയൊക്കെ കാണിച്ചു കൊടുക്കാൻ പറഞ്ഞതുകൊണ്ടാണ് ഇമ്മാതിരി പ്രഹസനമൊക്കെ കാണിക്കുന്നത്. പിന്നെ ഞാനും അവളുമായിട്ടൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ ഓരോന്ന് ചെയ്യാൻ പറയുമ്പോൾ ചെയ്യാത്തതിൻ്റെയൊക്കെ അങ്ങനെ ഇങ്ങനെയുള്ള അടിയും പിടിയൊക്കെ ഉണ്ടാവും. അതെല്ലാം സ്വാഭാവികം, ചിരിയും കളിയൊക്കെ ഉണ്ടാവും. അപ്പോൾ പിന്നെ അത്രേ ഉള്ളൂ ഗൈസ്. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സ്റ്റിച്ച് ചെയ്യാൻ പഠിക്കാൻ താല്പര്യമുള്ള ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകണ്ട. ടാറ്റാ.